ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സിറ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കേട്ടോ എനിക്കുള്ളൊരു ബലം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക. അത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാവും. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. ലണ്ടനിലത്തെ ചില കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു. അപ്പോൾ അതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത്. അതായത് ആദ്യ ദിവസത്തെ കാഴ്ചകൾ. ഞങ്ങൾ എക്സിറ്ററിൽ നിന്നുള്ള യാത്രയിലാണ്, ലണ്ടനിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പുലർക്കാല ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് നല്ലൊരു യാത്ര. മഴക്കാറൊക്കെ ഉണ്ട്. ലണ്ടൻ സ്ട്രീറ്റിലത്തെ കുറച്ച് കാഴ്ചകളും മഹാലക്ഷ്മി ടെമ്പിളും പിന്നെ ബിഗ് ഫയർ മോണുമെൻറ്റും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണായിരുന്നു ഇത് ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആണ്. അതിപ്പോഴാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ സമയം കിട്ടിയത്. എന്താ വെച്ചാൽ കുറച്ച് അധികം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി വൈകിപ്പോയതാണിത്. പുറത്തെ മനോഹര കാഴ്ചകൾ കാണുമ്പോൾ ഇങ്ങനെ സമയം പോകണത് അറിയുന്നില്ല. സൂര്യൻ ഇങ്ങനെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പത്തരയോടെ ലണ്ടനിലെത്തി. അതിനുശേഷം ട്യൂബ് ട്രെയിൻ കയറി സ്ഥലങ്ങൾ കാണാൻ പുറപ്പെട്ടു. ഇന്ന് സെൻട്രൽ ലണ്ടനാണ് ലക്ഷ്യം. അങ്ങനെ ഞങ്ങളിതാ ബിഗ് ഫയർ മോണുമെൻറ്റിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയുള്ള യാത്ര വളരെ ഫേമസായ ബറോ മാർക്കറ്റ് കാണാനാണ് കേട്ടോ. അപ്പോൾ നടന്നു പോകുന്നതിനുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതിനെപ്പറ്റി പിന്നെ പറയുന്നതാണ്. ബറോ മാർക്കറ്റിലെത്തി അവിടെ പരന്നു കിടക്കുന്നു ലോകത്തിൻ്റെ വിവിധ രുചികൾ. അത് ആസ്വദിക്കാനെത്തിയിരിക്കുന്ന വിവിധ ഭാഗങ്ങളിലെ ആളുകളും. ഭക്ഷണമാണ് ഇവിടെ പ്രധാനം, പക്ഷേ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആകെ പറന്ന് കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇതിനെ കുറച്ച് ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ലണ്ടനിലത്തെ ഏറ്റവും വലുതും ഏറ്റവും പഴയതുമായ ഫുഡ് മാർക്കറ്റാണ് ഈ ബറോ മാർക്കറ്റ്. 12th സെഞ്ച്വറി മുതൽ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയേക്കുന്നതാണെന്ന് പറയുന്നു. മെയിൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നിൽക്കണേ മോമോ വിൽക്കുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണിത്. അവിടെ ഞങ്ങളൊന്ന് പോയി മോമോ ഒക്കെ കഴിച്ചിറങ്ങി. പിന്നെ അതാ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും വന്നു. മാർക്കറ്റ് എന്ന് വെച്ചാൽ അത് ഒരു 3-4 ഏക്കർ സ്ഥലം ഈ മാർക്കറ്റ് തന്നെയാണ്. 1000 കൊല്ലത്തിലേറെ ചരിത്രം പറയാനുണ്ട് ഈ മാർക്കറ്റിന് എന്നാണ് പറയുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് നടന്നു തീർക്കാൻ പറ്റില്ല. മെയിനായിട്ട് ഫുഡാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. പല വിധത്തിലും പല രൂപത്തിലും പല രുചിയിലും ഒക്കെയുള്ള ഫുഡ്. സ്റ്റോക്കും ഡയറി പ്രോഡക്ട്സും എല്ലാം ലഭിക്കും. വളരെയധികം ചരിത്രങ്ങൾ പറയാണ്ട് ഈ മാർക്കറ്റിന് എന്ന് പറയപ്പെടുന്നു. ഈ ബറോ മാർക്കറ്റും അതിൻ്റെ സറൗണ്ടിങ് ലൊക്കേഷനും കുറേ അധികം സിനിമകളുടെ ലൊക്കേഷനായിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഹാരി പോട്ടർ ആൻഡ് ദി പ്രിസണർ ഓഫ് ആസ്കബാൻ, ബ്രിഡ്ജറ്റ് ജോൺസ് ഡയറി, പിന്നെ ലോക്ക് സ്റ്റോക്ക് ആൻഡ് 2 സ്മോക്കിംഗ് ബാരൽസ്. അങ്ങനെ കുറേ പടങ്ങൾ ഇവിടെ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ മാർക്കറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ വണ്ടി ഇങ്ങനെ പോണ ശബ്ദം കേൾക്കാം എപ്പോഴും. മാർക്കറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ വണ്ടി പോകുന്നുണ്ട്. എന്തെങ്കിലും പ്രൈവറ്റ് ഇവൻറ്റ്സ് നടത്തണമെങ്കിൽ ഇവിടെ വാടകയ്ക്ക് കിട്ടുമെന്ന് പറയുന്നു. ബറോ മാർക്കറ്റിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ യാത്ര ഒരു വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഇവിടെ എത്തിയിട്ടുള്ളൂ. കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഈ ബറോ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിച്ചോളൂ കേട്ടോ. സെൻട്രൽ ലണ്ടനിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ ബറോ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 3-4 ഏക്കറോളം പരന്ന് കിടക്കുകയാണിത്. അപ്പോൾ നമുക്കൊരു സ്ഥലം മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ആളുകൾ ഇങ്ങനെ തിരക്കി ഫുഡ് വാങ്ങാൻ കാത്തു നിൽക്കുകയാണ്. ചക്കയൊക്കെ കണ്ടു കേട്ടോ. പലതരം ഫുഡ് കണ്ടു. വിവിധ രാജ്യങ്ങളിലത്തെ ഫുഡുകളും ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ഫുഡും ഒക്കെ ഉണ്ട്. മുകളിൽ കൂടി ട്രെയിൻ പോണ ശബ്ദവും എല്ലാം കൂടി ഒരു നല്ല രസകരമായ അന്തരീക്ഷം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ ട്രെയിൻ പോകും.
അങ്ങനെ ഞങ്ങളും ഈ തിരക്കിൽ കൂടി ഇങ്ങനെ ഒഴുകി നീങ്ങുകയാണ് കേട്ടോ. രണ്ടായിരത്തി 2017 നടന്ന ലണ്ടൻ ബ്രിഡ്ജ് അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവത്തിൽ 3 ഭീകരവാദികൾ ലണ്ടൻ ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടി മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറ്റി വന്നു. എന്നിട്ട് അവരുടെ കത്തി കൊണ്ട് 8 പേരെ കൊന്നു എന്നാണ് പറയണത്. അങ്ങനെ കുറച്ച് നാളത്തേക്ക് പിന്നെ ഈ മാർക്കറ്റ് 11 ദിവസത്തേക്ക് ഈ മാർക്കറ്റ് മുഴുവൻ അടച്ചിട്ടു എന്ന് പറയുന്നു. നല്ലൊരു ദാരുണ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണപ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ അത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഭക്ഷണവും അത് കാണാനും ഭംഗിയാണ്. കഴിക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. നിരത്തി വെച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും നല്ല തിരക്കുണ്ട്. എല്ലാവരും നിന്ന് കഴിക്കുകയാണ് ഭക്ഷണം. ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ചക്ക കാണാനല്ലേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലത്തെ ഫ്രൂട്ട്സുകൾ ഇവിടുത്തെ തിരക്ക് കൊണ്ട് ചിലപ്പോൾ ഭയങ്കര ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. ഇത് വേറൊരു സെക്ഷനാണ് കേട്ടോ. ഇങ്ങനെ പല സെക്ഷനായിട്ട് ഇങ്ങനെ പരന്ന് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളൊരു ദിവസം കൊണ്ടൊന്നും ഇവിടെ നടന്ന് തീരില്ല. ബുധൻ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങളാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ തിങ്കളാഴ്ച ഒരുവിധം മുടക്കാണ്, ചൊവ്വാഴ്ചയും അധികം കടകളൊന്നും തുറക്കില്ല. താങ്ക് യു. ഡിസംബറിലെല്ലാ ദിവസങ്ങളും തുറക്കുന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നടന്ന് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അത് അവസാനിക്കുന്നില്ല എന്ന് മാത്രം. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. ഇത് ടർക്കിഷ് ഡൽഹി. ഇവിടെ ടർക്കിഷ് വിഭവങ്ങൾ വയ്ക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഓരോ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്തേക്കാണ് നടക്കണേന്ന്. പക്ഷേ ചിന്നക്കണ്ട് വേറെ മാർക്കറ്റിൻ്റെ തന്നെ വേറൊരു ഭാഗത്താണ്. ടർക്കിഷ് ഡൽഹി സ്റ്റാഫ് എൻട്രൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു സെക്ഷൻ. എന്താ അവിടുത്തെ തിരക്ക് കണ്ടില്ല. ബഹവ് മാർക്കറ്റ് തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും രാവിലെ 10 മണി മുതൽ തുറക്കും. ചില ദിവസങ്ങളിൽ 5 മണി വരെ, ചില ദിവസങ്ങളിൽ 4 മണി വരെയാണ് സമയം. എല്ലാ വിധത്തിലുള്ള ഡയറി ഫുഡ് ഐറ്റംസും അല്ലാത്ത ഭക്ഷണങ്ങളും മീറ്റും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. മെയിനായിട്ട് ഫുഡാണ്. ബാക്കിയുള്ള വിൽപ്പനകളും ഉണ്ട്, പക്ഷേ മെയിൻ ഐറ്റംസ് ഫുഡാണെന്ന് മാത്രം. ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് പുറത്ത് കടന്നു. ഇത് ഞാൻ വീഡിയോ ഒന്ന് ഓടിച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ട്രീറ്റ് മുഴുവൻ നല്ല ഭംഗിയിലുള്ള മനോഹരമായ കെട്ടിടങ്ങളും വൃത്തിയുള്ള നടപ്പാതകളും ഒക്കെ നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ഡബിൾ ഡെക്കർ ബസ്സും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ അങ്ങനെ ഓടി പോകുന്നുണ്ട്. തിരക്കിട്ട് ഓടുന്ന ആൾക്കാരാണ്. ഇത് സ്റ്റെയ്നർ സ്ട്രീറ്റിലേക്കുള്ള കവാടത്തിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ കുറേ നടന്നു കൂട്ടുണ്ട് തന്നു.
ഒരുപാട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല. ദൂരെ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രം. ഞങ്ങളിതാ വീണ്ടും ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. നടന്ന് മോഹൻ്റെ മൂന്ന് സ്ഥലത്തെത്തി. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കുറേ ഉണ്ട് പറയാൻ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ വേഗത്തുന്നതാണ്. അതൊക്കെ കാണാൻ നിങ്ങളെൻ്റെ കൂടെ വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ യാത്ര ചെയ്തു. സ്നേഹങ്ങളുടെ അമ്മു.